തൃശ്ശൂര് വീണ്ടും പുലി സാന്നിധ്യമുണ്ട്. കൊരട്ടി ചിറങ്ങരയിലാണ് പുലി ഇറങ്ങിയതായുള്ള ഒരു സംശയം വരുന്നത്. ചിറങ്ങര സ്വദേശിയായ ധനേഷിന്റെ വീട്ടിലെത്തിയ പുലി വളർത്തുനായെ പിടികൂടി. പുലിയുടെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിൽ ലഭിച്ചു. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ഉള്ളത്. ലെവിൻ, ഈ പുലി എത്തുന്നത് വളരെ വ്യക്തമായി തന്നെ നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. വനം വകുപ്പിന്റെ നടപടികൾ എങ്ങനെയാണ്? സേതു, ഇന്നലെ രാത്രി 8:30യോടുകൂടിയാണ് കൊരട്ടി ചിറങ്ങര മംഗലശ്ശേരി പണ്ടാരത്തിൽ വീട്ടിൽ ധനേഷിന്റെ വീട്ടിൽ പുലി എത്തിയതായി സംശയിക്കുന്നത്. ദൃശ്യങ്ങൾ CCTV 2 ക്യാമറകളിലാണ് പുലിയുടേതായിട്ടുള്ള ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. ഇവർ വീട്ടിൽ വളർത്തിയിരുന്ന നായയെ മതിൽ ചാടിയെത്തുന്ന പുലി നായയെ പിടികൂടി അതേ മതിലിലൂടെ കടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിലായി വ്യക്തമാവുന്നത്. അതോടൊപ്പം തന്നെ ഈ പുലി കടന്നു വന്ന ആ മതിലിൽ കാൽപ്പാടുകളടക്കം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും അന്തിമമായ സ്ഥിരീകരണം നടത്തേണ്ടത് വനംവകുപ്പാണ്. വനംവകുപ്പ് എത്തി പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രമേ ഇത് പുലിയാണോ എന്നുള്ള കാര്യത്തിൽ അന്തിമമായ തീരുമാനമാകും. പക്ഷെ ദൃശ്യങ്ങൾ കാണുന്നതോടും കൂടിയും ഈ പുലിയുടെ അടക്കമുള്ള കാൽപ്പാടുകളും പോലീസ് നടത്തിയ പരിശോധനയിലുമൊക്കെ പുലി തന്നെയാണ് ഇതെന്ന് തന്നെ ഉറപ്പിക്കുന്നുണ്ട്. പക്ഷെ അന്തിമമായ സ്ഥിരീകരണം നടത്തേണ്ടത് വനംവകുപ്പ് തന്നെയാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത്, ചിറങ്ങര പ്രദേശം എന്ന് പറയുന്നത് ജനവാസ മേഖലയാണ്, വനത്തോട് ചേർന്ന മേഖലയല്ല എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതാണ്. ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരത്തിലാണ് വനപ്രദേശം ഉള്ളത്. അവിടെ നിന്നും ജനവാസ മേഖലയിലേക്ക് ഈ പുലിയാണെങ്കിൽ അത് എത്തി എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്ന കാര്യം. ജനങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ പുലി എത്തിയത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. തൊട്ടടുത്ത ആളൊഴിഞ്ഞ പറമ്പിലേക്ക്, കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിലേക്ക് പുലി പോയതായാണ് നാട്ടുകാർ സംശയം ഉന്നയിക്കുന്നത്. പ്രദേശവാസികൾ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രദേശത്ത് തന്നെ ഈ ജീവി ഉണ്ടാകാമെന്നുള്ള ഒരു ആശങ്കയും ജനങ്ങൾക്കുണ്ട്. പുറത്തിറങ്ങാനുള്ള ഭയമുള്ളതായും നാട്ടുകാർ പങ്കുവെക്കുന്നു. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തി കൂടുതൽ വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമേ തുടർ നടപടികളെ കുറിച്ച് ആലോചിക്കാനാവൂ. അത് ഇന്ന് ഉദ്യോഗസ്ഥർ എത്തും, പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ധനേഷിന്റെ വീട്ടിൽ വളർത്തുനായെ പിടികൂടിക്കൊണ്ട് പോകുന്നതാണ് CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുള്ളത്. ഇതാണ് പ്രദേശവാസികളെ കൂടുതൽ ആശങ്കയിലാക്കുന്നത്. ചെയ്തു ശരി ലെവിൻ. ഓക്കെ, നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഈ നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്നത് കൂടുതലും കാടുമായിട്ട് വനവുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ അങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. വനപ്രദേശമാണെന്നോ ജനവാസ മേഖലയെന്നോ അങ്ങനെ യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ എല്ലായിടത്തും ഈ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.